ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുധിക്ക്. 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നുവെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിൻ്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണു സമ്പാദിച്ചു കഴിഞ്ഞു. 30 ദിവസത്തോളം ഹൗസിൽ നിന്ന ശേഷം രേണു സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയായിരുന്നു. ഷോയിൽ ഇനിയും തുടർന്നാൽ ഭർത്താവ് കൊല്ലം സുധിയുടെ മരണത്തോടെയുണ്ടായ ട്രോമയും ബുദ്ധിമുട്ടുകളും തിരിച്ചുവരുമെന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്നും രേണു അറിയിച്ചതോടെയാണ് ബിഗ് ബോസും ഷോ ക്വിറ്റ് ചെയ്യാൻ സമ്മതം നൽകിയത്. പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു. ഇപ്പോഴിതാ രേണുവിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ചർച്ചയാകുന്നത്. ഭർത്താവ് സുധിയുടെ നാട്ടിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിനായി രേണു എത്തിയിരുന്നു. ആദ്യമായാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടിയിൽ അതിഥിയായി വരുന്നത്. പരിപാടിക്ക് ശേഷം രേണു സുധിയുടെ കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയെയും ബന്ധുക്കളെയും സന്ദർശിച്ചു. സുധിയുടെ മരണശേഷം ആദ്യമായാണ് രേണു കൊല്ലത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ സുധിയുടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും അണപൊട്ടിയൊഴുകി. ഇരുവരും കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഒപ്പം സുധിയുടെ ഫോട്ടോയും മറ്റു ഓർമ്മകളുമെല്ലാം ഏറെ നേരം നോക്കിയിരുന്നു. വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമൻറ്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. രേണു ക്യാമറ കണ്ടതുകൊണ്ട് സങ്കടം അഭിനയിച്ചുവെന്നായിരുന്നു ചില കമൻറ്റുകൾ. കരഞ്ഞപ്പോൾ ക്യാമറ നോക്കുന്ന രേണു ഇത്രയും എക്സ്പ്രഷൻ മതിയോ എന്ന് ചോദിക്കുന്നത് പോലുണ്ട്. കരയുന്നതിനിടയിലും ക്യാമറയുടെ ഫോക്കസിനെ കുറിച്ചാണ് ചിന്ത. ഇടയ്ക്കിടയ്ക്ക് ഏറെ കണ്ണിട്ട് നോക്കുന്നുണ്ട്. വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ. അഭിനയിച്ചങ്ങ് തകർക്കുവാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. അതേസമയം ചിലർ രേണുവിനെ അനുകൂലിച്ചും എത്തി. അവരുടെ വിഷമം അവർക്കേ അറിയൂ. സുധിച്ചേട്ടൻ പോയതിനു ശേഷവും രേണു കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. നന്നായി വരും രേണു, നിന്നെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും. രേണു കരയുന്നത് ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും, അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ് എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചവർ കുറിച്ചത്. സുധിയുടെ മൂത്ത മകൻ കിച്ചു സുധിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് പഠിക്കുന്നത്.